നമസ്കാരം. സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് എന്നെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. അപ്പൊ ഇതിലെ ഒരുപാട് പേര് സംസാരിച്ചതിൽ നിന്ന് പലരും പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പലർക്കും ഒരുപാട് കഴിവുണ്ട്, പക്ഷെ അത് എങ്ങനെ ബിസിനസ് ആക്കി മാറ്റണം എന്നറിയില്ല. ഇത് ആരോടാണ് പോയി ചോദിക്കുന്നതെന്നറിയില്ല. പലരും പല ഉപദേശങ്ങൾ തരുന്നു. ഇതൊക്കെ സ്വീകരിക്കണോ, ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഏതാണ് റിജക്ട് ചെയ്യേണ്ടത്, ഒന്നും അറിയില്ല. ആകെ കൺഫ്യൂഷൻ. നമ്മൾ ബിസിനസ് തുടങ്ങും മുമ്പ്, അത് ഏത് തരത്തിലുള്ള ബിസിനസ്സോ ആകട്ടെ, അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 6 പ്രധാനപ്പെട്ട സീക്രട്സ് എന്ന് തന്നെ പറയാം. ആ പ്രധാനപ്പെട്ട 6 സീക്രട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, ടോക്ക് ലെസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്. ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ പോകുമ്പോൾ അത് നാട്ടുകാരെ മുഴുവനും അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇത് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ, ബന്ധുക്കൾ, ഇവരോടൊന്നും കയറി നമ്മളിത് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ചെയ്യാനായിട്ടങ്ങ് ഇറങ്ങുക. എല്ലാം ചെയ്തതിന് ശേഷം മതി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഇത് പറയേണ്ടത്. എന്റെ പ്രോഡക്റ്റ് ഇതാണ്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ഇതൊക്കെ നമ്മൾ പിന്നീട് സംസാരിക്കാനുള്ള കാര്യം. അല്ലാതെ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പേ ഇത് പബ്ലിക്കിന് മുന്നിൽ പറയേണ്ട യാതൊരു ആവശ്യമില്ല. സോ ടോക്ക് ലെസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്. രണ്ടാമത്തെ സീക്രട്ട്, ഓൾവേസ് ഫോക്കസ് ഓൺ റിസൾട്ട്സ്. ശരിക്കും നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്? ഒരു കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, എന്നെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇത് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല പല ആൾക്കാരോട് പോയി ഉപദേശം ചോദിക്കും. അപ്പൊ അവരിൽ പലരും, ചില ആൾക്കാർക്ക് നമ്മളെ പരിചയം പോലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് പല ഉപദേശങ്ങൾ തരും. പറയും, ബിസിനസ്സിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ ചുവട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഇന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞിട്ട് ഓരോ മേഖല നമ്മൾ ചോദിച്ചാലും അതിലെല്ലാം നെഗറ്റീവ്സ് കാണുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പോസിറ്റീവ് ആയിട്ടും പറഞ്ഞുതരും. അപ്പൊ നമുക്ക് തന്നെ അറിയില്ല ഇത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സക്സസ് ആകുമോ എന്ന്. പക്ഷെ നിങ്ങൾ, ഉദാഹരണത്തിന് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാം. ഒരു ആർട്ടിസ്റ്റ് ആകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, അതും സക്സസ്ഫുൾ ആയ ആർട്ടിസ്റ്റ്. നിങ്ങൾക്ക് മാസം 1,00,000 രൂപ വരുമാനം വരണം, അല്ലെങ്കിൽ ഭാവിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗോൾസ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഗോളിനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു വർഷം ഈ ഒരു ഡേറ്റിനുള്ളിൽ എനിക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഒരു നടപടിയിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. അല്ലാതെ നമ്മൾ റിസൾട്ട് ഭാവിയിൽ എന്താകുമെന്ന് ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ എനിക്കിത് ഭാവിയിൽ നേടിയില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നോ, ഇതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ ആദ്യമേ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പേ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും നഷ്ടങ്ങളെ കുറിച്ചോ എനിക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നോ ഒന്നും തന്നെ ചിന്തിക്കേണ്ട. റിസൾട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ ഇതിൽ വിജയിക്കും എന്നുള്ള ആ ഒരു റിസൾട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഗോൾ ചിലപ്പോൾ വലിയൊരു ഗോൾ ആണെങ്കിൽ, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസം ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്സും നമ്മൾ എടുത്തു തുടങ്ങുക. അപ്പൊ ഫോക്കസ് ഓൺ റിസൾട്ടിൽ ഫോക്കസ് ചെയ്ത് അത് സക്സസ് ആകുമെന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ സീക്രട്ട്, ഹാവ് എ ബിസിനസ് പ്ലാൻ. ബിസിനസ് പ്ലാൻ ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചാൽ അത് ഒരിക്കലും തന്നെ സക്സസ് ആവുകയില്ല. ബിസിനസ് പ്ലാൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുക. നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഐഡിയാസ് നമ്മുടെ ഹെഡിൽ ഉണ്ടാവും, അല്ലെ തലയിലുണ്ടാവും. പക്ഷെ ഈ തലയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു മിനിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, അല്ലെ? ഒരു മിനിറ്റ് കൊണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന, ഈ ചിന്തിച്ച എത്ര കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നു? നല്ല നല്ല ഐഡിയാസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ മിന്നിമായുന്നത്. പക്ഷെ ആ ഐഡിയാസ് പിന്നീട് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കാറില്ല. അങ്ങനെയാണ് നമ്മൾ മനുഷ്യര്. പക്ഷെ നമ്മൾ ഇവയെ ഒന്ന് എഴുതി നോക്കൂ. പേപ്പറിലോട്ട് എഴുതുന്ന കാര്യങ്ങൾക്ക് റിസൾട്ടും ഉണ്ടാവുന്ന ഉറപ്പാണ്. നമുക്ക് എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബിസിനസ്, നമ്മളത് എങ്ങനെ, പ്രോഡക്റ്റുകൾക്കുള്ള റോ മെറ്റീരിയൽ എവിടെ നിന്ന് എടുക്കണം, നമ്മളത് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം, ആ കാര്യം നമുക്ക് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറക്കണം, ഈ മാർക്കറ്റിനെ കുറിച്ച് എന്റെ കോമ്പറ്റീറ്റേഴ്സ് എവിടെയുണ്ട്, എനിക്ക് ഇത് പ്രോഡക്റ്റുകൾ ഏതൊക്കെ രീതിയിൽ എന്റെ കസ്റ്റമേഴ്സിൽ എത്തിക്കാം, ആരൊക്കെയാണ് എന്റെ കസ്റ്റമേഴ്സ്, ഇതിനെക്കുറിച്ച് ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിൽ ഒരു കറക്റ്റ് ഒരു പാത്തിലൂടെ നമുക്കത് പോകാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ട് മൂന്നാമത്തെ സീക്രട്ട്. അപ്പൊ നമുക്ക് ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ആ കാശ് എടുത്തിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ബൊട്ടീക്കാണ് തുടങ്ങാൻ ആഗ്രഹം, ബൊട്ടീക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ മുഴുവൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? റോ മെറ്റീരിയൽ വാങ്ങും. ഉടനെ തന്നെ ബൊട്ടീക്ക് ചെയ്യാനായിട്ടുള്ള കുറെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ചെയ്തിട്ട് സ്റ്റാഫ്സിനെ എടുക്കുന്നു,
ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തുടങ്ങും. ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ സെയിൽ ഉണ്ടായിരിക്കും, കാരണം ബന്ധുക്കളോ റിലേറ്റീവ്സ് ഇവരൊക്കെ അറിഞ്ഞിട്ട് വന്ന് വാങ്ങും. പക്ഷെ അടുത്ത മാസം എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല, കാരണം ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കുറെ പ്രോഡക്റ്റുകൾ ഇരിക്കുന്നു. ഇത് വിൽക്കാനായിട്ടുള്ള എന്ത് തത്രപ്പാട്. പിന്നെ കുറെ ആൾക്കാരുടെ ഉപദേശം തരും. അപ്പൊ അവരൊക്കെ പറയും എന്താണ് ബൊട്ടീക്ക് ബിസിനസ് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് പറയുന്നത്, താഴ്ന്നു നിൽക്കുവാണ്, നിങ്ങൾ ഇപ്പൊ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കേണ്ടായിരുന്നു, തുടങ്ങേണ്ടായിരുന്നു, ഇതൊക്കെ പറയും. പക്ഷെ ബിസിനസ് പ്ലാനോടുകൂടി നമ്മൾ ഇറങ്ങി നോക്കൂ, നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. തുടക്കമേ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക, ഞാൻ ഇന്ന ഇന്ന മേഖലയിൽ ഈ ഒരു രീതിയിലുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എന്റെ പ്രോഡക്റ്റ് ഇത്ര രൂപ ഞാൻ മെറ്റീരിയൽ എടുത്താൽ മതി, ഈ അടുത്ത ലാഭം കിട്ടുമ്പോൾ ഞാൻ എടുത്ത് റീഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ പ്ലാൻ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇറങ്ങി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സക്സസ് ആകും. നാലാമത്തെ സീക്രട്ട്, നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത് വേണം ആദ്യം നമ്മളുടെ ഉള്ളിലേക്ക് വരാനായിട്ട്. കാരണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇവരാരും നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, മറ്റുള്ളവര് ഇറങ്ങി തിരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് എന്ത് റെസ്പോൺസ് ഉണ്ട്, ഇവർ നല്ലത് പറയോ ഒരു മോശം പറയോ, അല്ലെങ്കിൽ എന്നെ ഇവർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവോ. നമ്മൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ചില ആൾക്കാർ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, ചില ആൾക്കാർ അത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ അതിനെ എടുത്ത് നമ്മൾ ഓർത്ത് വെക്കരുത്, അയ്യോ ഞാനിത് പറഞ്ഞിട്ടല്ലേ എന്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അവരെന്തുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല, ഇതൊന്നും ആലോചിക്കേണ്ട. നമുക്ക് സക്സസ് എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോഴും മാത്രമേ ആൾക്കാരെ നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വരുള്ളൂ. അതിനിടയിൽ നമുക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്താലും നമുക്ക് അതിനിടയിൽ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും ഇവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മളോടൊരു സ്നേഹത്തോടെ വാക്ക് പറയാനോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബിസിനസ് ആണ് നമുക്ക് ഫോക്കസ് എങ്കിൽ അത് വേണം ആദ്യം നമ്മൾ മുന്നിലേക്ക് വരാൻ. വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരുടെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്ന, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുന്ന അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആൾക്കാർ, ബന്ധുക്കളുണ്ടെങ്കിൽ അവരോട്, നല്ല ഫ്രണ്ട്സിനോട്, അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ല മെന്റേഴ്സിന്റെ അടുത്ത് പോവുക. ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന് വിജയിച്ച നല്ല മെന്റേഴ്സിന്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ കോച്ചസിന്റെ അടുത്ത് പോവുക. അവർക്ക് അത് പറഞ്ഞ് നല്ല വ്യക്തമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവർ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഇവർ ഇതിലുള്ള ഫെയിലുവേഴ്സ് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജയം ഉണ്ടായിരിക്കും, പരാജയം ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് നല്ല ഉപദേശം തരാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വേണം നമ്മൾ ഇങ്ങനെയുള്ള നമ്മളുടെ ഡൗട്ട്സും, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമതകളുണ്ട് അതിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാം, ഇതൊക്കെ ചെയ്യാനായിട്ട് പല മെന്റേഴ്സിന്റെ അടുത്ത് വേണം നിങ്ങൾ പോകാനായിട്ട്. അതല്ലാതെ കാണുന്ന എല്ലാ ആൾക്കാരും, പബ്ലിക്കിന് മുന്നിൽ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾക്ക് ഇതിനോടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇപ്പൊ നമുക്ക് തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഗ്രൂപ്പുകൾ ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങണം, എനിക്ക് എന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ച് എന്താ തുടങ്ങേണ്ടതെന്നറിയില്ല, നിങ്ങൾ ഒരു ഉപദേശം തരാമോ, ഇപ്പൊ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന മാർക്കറ്റ് എന്ത് എന്നൊക്കെ ഡൗട്ട് വയ്ക്കുമ്പോൾ ഒരു 100,000 ആൾക്കാർ അതിൽ കമന്റ് ചെയ്യും, ഈ ബിസിനസ് ചെയ്താൽ നല്ലതായിരിക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 1000 കമന്റ് വരും. പക്ഷെ അതിൽ ആരുടെ അടുത്ത് പോവും, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നും നിങ്ങൾ ഏത് മേഖലയെ കൈവച്ചാൽ നന്നായിരിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മാത്രമേ അറിയാവൂ. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ആൾക്കാരോട് ഉപദേശം തേടുക. അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാൻ സാധിക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ബിസിനസ് ആയിരിക്കണം നമ്മുടെ തലയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി ആരും നമ്മളെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത സീക്രട്ട് എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ്. പല ആൾക്കാരും പറയാറുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ബിസിനസ് തുടങ്ങാമെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് നമുക്കൊരു ബിസിനസ് ഒരുപാട് കാലം നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ചെറിയൊരു എമൗണ്ട് ആയാലും ആ ഒരു എമൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ആ പണം നമ്മൾ ആദ്യം കണ്ടെത്താനായിട്ട് 1-2 മാസം വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുക. ആ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് പ്ലാന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കുക. ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഒരു ഇന്നർ ഫയർ ഉണ്ടാക്കാനും, അതായത് എൻ്റെ ഉള്ളിൽ എനിക്കത് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാനും സഹായിക്കും. അപ്പൊ അങ്ങനെ 2-3 മാസം നിന്ന് ഒരു ജോലി, പ്രൈവറ്റ് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കാം. അതിനെ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് തുടക്കമിടാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ, പലരും പറയാറുണ്ട് ബിസിനസ് തുടങ്ങാമെന്ന്, പക്ഷെ അങ്ങനെ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ശരിയായ രീതിയിൽ നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിനെ മാനേജ് ചെയ്തും കൊണ്ടുപോകണം. ഓക്കെ,
അടുത്തത് സീക്രട്ട് നമ്പർ 6 ആണ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പലരും പറയും പാഷനെ നമ്മൾ ബിസിനസ് ആക്കിയെന്ന്. നമ്മൾ പാഷനെ ബിസിനസ് ആക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കാരണം പാഷൻ ബിസിനസ് ആകുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും നമ്മളുടെ സന്തോഷത്തെക്കുറിച്ചാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നമുക്ക് നല്ലൊരു വിലയിട്ട് നല്ലൊരു കസ്റ്റമറിനെ കിട്ടി അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഉള്ള ആ ഒരു ചിന്താഗതി നമ്മളിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് പാഷൻ ആക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക പാഷനെ ബിസിനസ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബിസിനസ്സിലേക്ക് വന്നിട്ട് പാഷനോട് കൂടി നമുക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് ഒരുപാട് ടെൻഷൻസ് നമുക്ക് ഉണ്ടാകും, ഓരോ ഘട്ടത്തിലും ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനും സാധിക്കും. ബിസിനസ്സിൽ നമുക്ക് നഷ്ടം ഉണ്ടാകാം, നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ വരാം, അതല്ല നമുക്ക് മാർക്കറ്റിംഗിൽ എത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാം. പല ഈ ഒരു മേഖലയിൽ എന്തിൽ കൈവച്ചാലും ആദ്യം തുടക്കത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വരും. പക്ഷെ ഇതിന് പ്രശ്നങ്ങൾ വരും പോകും, ഇങ്ങനെയാണ്. പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്കതിൽ റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഫണ്ണി ആയിട്ട് നമ്മൾ എടുത്ത് അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയെ നമുക്ക് വേണ്ട. ഫണ്ണി ആയിട്ട് എടുക്കാതെ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സന്തോഷത്തോടെ ഹാപ്പിയോട് കൂടി നമ്മളതിനെ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കാം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ടോപ്പ് 6 സീക്രട്സ് എന്ന് പറയുന്നത്. ശരിക്കും ഒരുപാട് പേര് നമ്മളെ ഉപദേശിക്കാനുണ്ടാകും, ഒരുപാട് പേരുടെ ഉപദേശം സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറുമായിരിക്കും. പക്ഷെ ഇതില് ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഞാൻ പറയാറുള്ള പല കാര്യങ്ങളും എന്റെ വീഡിയോസിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മൾ പറയുന്ന ഓരോ കാര്യം നിങ്ങളൊന്ന് പുസ്തകം എടുത്തിട്ടൊന്ന് എഴുതി നോക്കൂ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. നമ്മളല്ലാതെ വേറൊരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്ഥിതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളെ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനെല്ലാം നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ എന്താണ് മെന്റേഴ്സിന്റെ അടുത്ത്, കോച്ചസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ് മെന്ററാണ്. അപ്പൊ എനിക്ക് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ബൊട്ടീക്ക്, ഓൺലൈൻ ബൊട്ടീക്ക്, ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു 100,000 സംശയങ്ങളുണ്ട്. പക്ഷെ ഞാൻ പല വ്യക്തികളോടും ചോദിച്ചു, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞ ആൾക്കാർ പലരും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ലെങ്കിൽ തന്നെ ഒരു റോങ് ആയിട്ടുള്ള ഒരു വേയിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചു. അപ്പൊ കുറെ ഇങ്ങനെ കുറെ നഷ്ടങ്ങൾ വന്നു, ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. ഇത് സ്വന്തം പിന്നെ എനിക്ക് തോന്നി ഓരോ വിഷമങ്ങളും എനിക്ക് പുതിയ കാര്യം പഠിക്കാനായിട്ടുള്ള ഒരു അവസരമായി മാറി. അപ്പം എന്താണ്, സമയം എടുക്കുന്നുണ്ട്. നമുക്ക് നഷ്ടം സംഭവിച്ചിട്ട് പിന്നെ അത് പഠിച്ചു വരാനായിട്ട് നമുക്ക് സമയം എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പലപ്പോഴും മടി നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇത് വേണ്ടാന്ന് വെക്കാൻ തോന്നും. എങ്കിലും ഞാൻ മുന്നോട്ട് പോയി. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല ഫെയിലിയേഴ്സിൽ നിന്നും ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ നമ്മുടെയൊക്കെ മുമ്പിൽ എന്താണ്, ഇത് എങ്ങനെ ഉണ്ടാകും, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് എന്നിലേക്ക് വരുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും എനിക്ക് അവരെ ശരിയായിട്ടൊരു ട്രാക്കിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അവർക്ക് വേറൊരു ആളുടെ അടുത്ത് പോയിട്ട് ഇത് ഉപദേശം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എല്ലാ മേഖലയെ കുറിച്ചുള്ള, ഞാൻ നിൽക്കുന്ന ഒരു മേഖല, അതായത് ഞാൻ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് ബൊട്ടീക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആർട്ട് ക്രാഫ്റ്റ് റിലേറ്റഡ് ഉള്ള ഹോം ഡെക്കർ ഐറ്റംസ്, കാരണം ഇതെല്ലാ മേഖലയും ഞാൻ കൈവച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാത്വേ തുറന്നു കിട്ടും, ഒരു വഴി തുറന്നു കിട്ടും. നിങ്ങൾ ഇവിടെ എന്താണ് തുടങ്ങേണ്ടത്, ഏത് രീതിയിൽ വേണം നമ്മൾ ഇത് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സോ ഇത്രയുമാണ് ടോപ്പ് 6 സീക്രട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 6 സീക്രട്സും വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, ഓൾറെഡി റൺ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് അടുത്തൊരു ലെവലിൽ കൊണ്ടുപോകാം, നിങ്ങൾ എന്നുള്ള വ്യക്തിയെ എങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ബിസിനസ് ബ്രാൻഡാക്കി മാറ്റാം എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു 2 മണിക്കൂർ വരുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബിനാറാണ്, അത് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അതിൽ 2 മണിക്കൂറിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത്, ഏത് രീതിയിൽ വേണം അത് നമ്മൾ കൊണ്ടുപോകേണ്ടത്, ഒരു പാത്വേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാം. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാരുണ്ട്, സ്കില്ലുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു ഇൻകം എങ്ങനെ കിട്ടണം എന്ന് അറിയാത്ത ആൾക്കാരിലേക്ക് നിങ്ങളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം കണ്ടന്റ് ഉള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ വീഡിയോസിലൂടെ നിങ്ങൾക്ക് തരേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്